പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോണത് നമ്മളെല്ലാവരും നമുക്കൊക്കെ ചില ദിവസങ്ങളിൽ നമ്മളെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം മൂഡ് ഔട്ട് ആവാറുണ്ട്. എന്തോ വളരെ നെഗറ്റീവായിട്ട് നമ്മളിരുന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ മരണത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട്. അങ്ങനെ പലരും നമ്മുടെ സുഹൃത്തുക്കളും വളരെ പരിചയക്കാരൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് വിഷമിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരും ബന്ധുക്കളും സ്വന്തക്കാരും അനിയനും ചേട്ടനും അമ്മയൊക്കെ മരിച്ചു പോയ സ്ഥലത്തേക്ക് നമുക്കും നാളെ ഒരു ദിവസം പോകാനുള്ളതാണ് എന്ന് ചിന്തിച്ചാൽ ഈ വിഷമത്തിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം അടുക്കുമ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് 3-4 കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന ആ ലക്ഷണങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മുടെ വീട്ടിൽ ഒരു മരണം നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ മരണം നടക്കുന്ന വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ പരിസരത്തുള്ള എല്ലാ പക്ഷി മൃഗാദികൾക്കും അത് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. കാരണം കാലനാണല്ലോ നമ്മുടെ മരണം കൊണ്ടുപോണത്, കാലനാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. കാലനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെടുലാൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, അതിങ്ങനെ ഉച്ചത്തിൽ കരയുന്ന കാണാം. അപ്പോൾ അതിൻ്റെ ആ കരയുന്ന പക്ഷിയുടെ ആ ശബ്ദം എവിടെ ചെന്ന് അവസാനിക്കുന്നത് ആ വീട്ടിലാണ് മരണം നടക്കുക എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ മരണം നടക്കുന്ന 4 ദിവസം മുമ്പ് നമ്മുടെ വീടുകളിൽ പക്ഷി മൃഗാദികൾ ചലിക്കില്ല. നമ്മുടെ അവിടെ ദിവസം വരുന്ന കാക്കയായാലും കിളികളായാലും ചെമ്പോത്തായാലും മറ്റുള്ള മൈനയായാലും ഇവരൊന്നും ആ വീട്ടിലേക്ക് കടക്കില്ല. 4 ദിവസം മുമ്പ് അവരൊക്കെ നമ്മുടെ വീട് ബഹിഷ്കരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി വന്നിരിക്കുന്നു. ആ നെഗറ്റീവ് എനർജി ഒരു ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. അത് സംസാരിക്കാൻ അറിയാത്ത മിണ്ടാപ്രാണികൾക്ക് അറിയാം. അവർക്ക് അറിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അത് നമ്മളോടൊന്ന് പറയാൻ അവർക്ക് അറിയില്ലല്ലോ. അവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഒരു വീട്ടിൽ വന്നാൽ അവരെല്ലാവരും മാറിപ്പോകും. അവർ പിന്നെ ഒന്നും പ്രതികരിക്കാൻ നിൽക്കില്ല. ചിലപ്പോൾ ഒരു നായാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നായ്ക്ക് പോകാനായിട്ട് വേണ്ടിയിട്ട് എന്നെ അയച്ചിടേ, ഞാൻ പോട്ടെ, എനിക്കിത് കാണാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് അത് കിടന്ന് കുരയ്ക്കും. രാത്രിയും പകലും കുരയ്ക്കും. പക്ഷെ നമുക്കത് മനസ്സിലാക്കില്ല, നമ്മുടെ വീട്ടിലുള്ളവർ മനസ്സിലാക്കില്ല. വീട്ടിലുള്ളവർ എന്താണ്, അവരൊരു ദിവസം ജനേരിയം തുടങ്ങണം, അതങ്ങോട്ട് നടക്കണം. അതുപോലെ തന്നെ മരിക്കുന്ന ആൾക്ക് അവരെ സ്വപ്നത്തിൽ കറുത്ത രൂപങ്ങൾ അവർ സ്വപ്നം കാണും, തീ സ്വപ്നം കാണും. അതുപോലെ തന്നെ മരണം അടുക്കും തോറും അവർ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിലാവും മരിക്കുന്നത്. എന്തായാലും സുഖമില്ലാണ്ട് കിടക്കുന്ന ആൾക്കാർ എന്തായാലും മരിക്കാൻ തയ്യാറായിട്ട് കിടക്കുന്ന ആൾക്കാരുള്ളൂ. അവരിപ്പോൾ അവരെ പ്രത്യേകിച്ച് കാഴ്ചകളോ കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ അത് അവർക്ക് സംസാരിക്കാൻ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പല ലക്ഷണങ്ങളും വേറെയാണ്. ഈ കടുമരണം മരിക്കുന്ന വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ ഈ പറഞ്ഞത്. ഈ കടുമരണം ഇപ്പോൾ ഒരു ആക്സിഡൻ്റാണെന്ന് വിചാരിക്കുക. നമ്മൾ വണ്ടി എടുത്ത് പുറത്ത് പോകുന്ന ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പല സ്ഥലങ്ങളിലും സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് നടക്കുന്ന സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഇവിടുത്തെ റോഡിൻ്റെ പ്രശ്നമാണ്, ഇവിടുത്തെ കീലിതേൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ വളവിൻ്റെ പ്രശ്നമാണ്, ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. എന്തിന് 10-500 കിലോമീറ്റർ ഒരു കുഴപ്പം വളവും തിരിവും തേങ്ങയും മാങ്ങിയൊക്കെ ഓടിച്ച ഡ്രൈവർമാർ ഇവിടെ വരുമ്പോൾ, ഈ സ്പോട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇവർ ഉറക്കം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ വളവ് കാണാണ്ട് വരുന്നത് എന്താണ്, അല്ലെങ്കിൽ അവർ ഉറങ്ങിപ്പോണത് എന്താണ്? ആ സ്പോട്ടിൽ ആത്മാക്കളുടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയെത്തിയാണ്ട് മരിച്ച ആത്മാക്കൾ എന്ന് പറയും, ആത്മഹത്യ ചെയ്ത ആത്മാക്കൾ എന്ന് പറയും, അതുപോലെ തന്നെ പ്രേതമായി നടക്കുന്ന ആത്മാവെന്ന് പറയും. ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു. ആ സമയത്താണ് അവിടെ ഇതുപോലെ അപകടങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അതിനെ റോഡ് പണിത ആളുടെ പേരിൽ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ഗവൺമെൻറ് പേരിൽ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ അവിടെ വല്ല കുഴി ഉണ്ടെങ്കിൽ ആ കുഴി കാരണമാണ് അവിടെ മരണം സംഭവിച്ചതെന്ന് പറയും. ഈ കുഴി മൂടിയിട്ടും അവിടെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ വളവ് തീർത്തിട്ട് അവിടെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. റോഡ് നല്ല രീതിയിൽ കീൽ ചെയ്തിട്ട് അവിടെ ആ സ്പോട്ടിൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതെന്താണ് അവിടുത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്നവരെ മൈൻഡ് ഒരു സെക്കൻഡ് നേരം അതൊന്ന് ഡൈവേർട്ട് വിടാനായിട്ട് ഈ നെഗറ്റീവ് എനർജിക്ക് പറ്റും. ഇതേ സ്പോട്ടിലെത്തുമ്പോൾ എല്ലാ വണ്ടികളും അങ്ങനെ ഉണ്ടായെന്ന് വരില്ല. ഈ ആത്മാക്കൾ ടാർഗറ്റ് ചെയ്ത വണ്ടികളുണ്ടായിരിക്കാം. ആ വണ്ടികൾ വരുമ്പോൾ അവിടെ പെട്ടെന്ന് അവരെ മൈൻഡ് ഡാർക്കായി പോകുന്നു. അതോടുകൂടിയിട്ട് പിന്നെ അവരെ കൺട്രോൾ പോയി, അവിടെ ആക്സിഡൻറ്റ് നടന്നു. അതിന് പുതിയൊരു വണ്ടി വന്ന് ഇടിക്കണമെന്നൊന്നുമില്ല.
അവിടെ തന്നെ ചിലപ്പോൾ മറിഞ്ഞ് വീഴും. അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും സ്ഥിരമായി ആക്സിഡൻറ്റ് നടക്കുന്ന സ്പോട്ടുകളുണ്ട്. അവിടേക്ക് അവർക്ക് ചൂണ്ടിക്കാണിക്കാം. അതുപോലെ തന്നെ നമ്മളൊക്കെ ഈ ആത്മാക്കളെ നമ്മളെ ഈ കൊണ്ടുപോയാൽ തന്നെ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ് നടന്നിട്ട് ഈ ആത്മാക്കളെ കൂടെ ഒരു ആത്മാവും കൂടണം. അവിടെ മരിക്കുന്ന ആത്മാവ് കൂടി വീണ്ടും ഇവരെ കൂടെ കൂടുന്നു. അപ്പോൾ എന്തായി? അവർ സംഘബലം കൂടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ പഠിപ്പായിരിക്കാം, ചിലപ്പോൾ അമ്മമാരുടെ വേറെ പ്രശ്നങ്ങളായിരിക്കാം, അമ്മ വയ്യാണ്ട് കിടക്കേണ്ടതായിരിക്കാം, ഒരുപാട് വീട് വെക്കുന്നതായിരിക്കാം, ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് ഈ റോട്ടിൽ മരിക്കുന്നത്. അവരെ ആത്മാവിനൊരിക്കലും ഒരു മോശം കിട്ടില്ല. അവരെ ആത്മാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിനെ ഇവിടെ നമ്മുടെ ഭൂമിയിൽ തന്നെ അവരെ അലഞ്ഞു നടക്കാനായിട്ട് വിടുന്ന പറയാം. അപ്പോൾ ആ ആത്മാക്കളെ വീണ്ടും പല ആൾക്കാർക്കും ഉപദ്രവകാരികളായിട്ട് അതേ സ്പോട്ടിൽ തന്നെ അവർ ഇതാവുക. അവർക്ക് ഒരിക്കലും പിന്നെ ഒരു ബർത്ത് കിട്ടുകയോ അല്ലെങ്കിൽ വേറൊരു ശരീരം കിട്ടുകയോ അല്ലെങ്കിൽ അവരെ ആത്മാവ് കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും ശരീരത്തിൽ പ്രവേശിപ്പിക്കാനേ പറ്റില്ല. ഞാൻ തന്നെ നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന ഈ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മാവാണ്. ആത്മാവിന് ശരീരമില്ല, അതിന് മരണമില്ല. അതിന് നമുക്ക് ഈ ശരീരം നശിക്കുന്നതോട് കൂടിയിട്ട് ആത്മാവ് നമ്മുടെ ശരീരം വിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ആത്മാവ് ഭൂമി വിട്ട് പോകുന്നില്ല. ചില ആത്മാവ് മാത്രം വയസ്സായി മരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മരണം കിട്ടുന്നത്. അവർക്ക് കൃത്യമായിട്ട് അവർക്ക് അവിടെ പൂജയും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് സ്വർഗ്ഗവാതിൽ തുറന്ന് അവർ ദൈവത്തിൻ്റെ അടുത്തെത്തും. അവർക്ക് നല്ല ബർത്തുകളും കിട്ടും. നല്ല നല്ല ശരീരങ്ങൾ പല പല ജന്മങ്ങൾ എടുക്കാനായിട്ടുള്ള അവസരം കൂടി അവർക്ക് കിട്ടും. അതുപോലെ തന്നെ പകുതിക്ക് വെച്ച് ജീവൻ അവസാനിപ്പിച്ച് പോകുന്നവർക്ക് ഒരാൾക്ക് പോലും ഒരു മോചനം കിട്ടില്ല, ഒരു ശാപമോഷം കിട്ടില്ല. ഈ ഭൂമിയിൽ തന്നെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഭൂമിയിൽ കിടന്ന് അലയേണ്ട സ്ഥിതിന് വരുന്നത്. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്, വണ്ടി ഓടിക്കുന്നവർക്ക്, വീടുകൾക്ക് ഒക്കെ ഒരു ശാപമായിട്ട് ഈ ഭൂമിയിൽ തന്നെ തുടരുക ചെയ്യുന്നത്. അപ്പോൾ ഈ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും ഈ തൂങ്ങിമരണം നടക്കുന്ന സ്ഥലങ്ങളിലും ഒന്നും നമ്മളധികം പോകാണ്ടിരിക്കുക. അവിടെ പ്രത്യേക എനർജികളുണ്ട്. ആ എനർജികൾ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ തന്നെ അറിഞ്ഞൊന്നും വരില്ല. നമ്മൾ തന്നെ പല രീതിയിലായിരിക്കും അന്ന് വരെ പെരുമാറിയ പോലെ ആയിരിക്കില്ല നമ്മൾ പിന്നെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്ക് തന്നെ വിചാരിക്കാത്ത പോലെ നമ്മൾ ദേഷ്യം വരും. അപ്പോൾ എന്താണ്, ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് പ്രഷർ കൂടിയിട്ട് നിങ്ങൾ ദേഷ്യം വരുന്നത്. കണ്ണി കണ്ടതൊക്കെ നമ്മൾ വലിച്ചെറിയും. അപ്പോൾ ഡോക്ടർ പറയും അത് പ്രഷർ കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഈ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മറ്റുള്ള രോഗങ്ങളെ മേലെ വെച്ച് കെട്ടും. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി രാത്രിയിലൊക്കെ ഇറങ്ങി നടന്ന് നമ്മളെ മേത്ത് ഒരു നമ്മൾ പോലും അറിയാണ്ട് ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നു. ആ നെഗറ്റീവ് എനർജി നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കും. അവസാനം നമ്മുടെ ശക്തിയില്ലായ്മ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രാന്തന്മാരാക്കിയിട്ട് റോഡിൽ കൂടെ അലയാനായിട്ട് വിടും. ലാസ്റ്റ് നമ്മൾ സെല്ലിൽ വന്ന് അടയും. ഇതിനെപ്പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വയസ്സായ ആൾക്കാർക്ക് ഇവിടുന്ന് മരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ണാടിയിൽ അവരെ പ്രതിബിംബം കാണില്ല. അതുപോലെ തന്നെ അവരെ കണ്ണിൽ നിന്ന് വളരെയധികം കണ്ണീര് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലെ നിറങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ ആ മരിക്കാൻ കിടക്കുന്ന ആളുടെ റൂമിലേക്ക് ഏത് നേരം തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. സ്വപ്നത്തിൽ അവർ ഒരുപാട് ആൾരൂപങ്ങൾ കാണും. അവരുടെ വീടുകളിൽ മൊത്തം കറുത്ത രൂപമുള്ള ആൾരൂപങ്ങൾ ചുറ്റി നടക്കും. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. നിങ്ങൾ പക്ഷികളെ മാത്രം നിരീക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തൊരു അപകടം വരണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഓക്കെ.